കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഹൃദയത്തിൽ നിലകൊള്ളുന്ന ഏറ്റവും മഹത്തായ സത്യങ്ങളിൽ ഒന്നാണ് യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്. ക്രൂശിൽ മരിച്ച യേശു 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു എന്ന സത്യം ഒരു ചരിത്ര സംഭവം മാത്രമല്ല, നമ്മുടെ വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും രക്ഷയുടെയും അടിസ്ഥാനം കൂടിയാണ്. യേശു ഉയർത്തെഴുന്നേറ്റില്ലായിരുന്നെങ്കിൽ നമ്മുടെ വിശ്വാസത്തിന് എന്ത് അർത്ഥമായിരിക്കും? ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് നമ്മുടെ ജീവിതത്തോട് എന്താണ് പറയുന്നത്? മരണത്തിനും പാപത്തിനും മേൽ ക്രിസ്തു നേടിയ വിജയം നമ്മൾ എങ്ങനെയാണ് പ്രത്യാശ നൽകുന്നത്? ഇന്നത്തെ ഈ സന്ദേശത്തിലൂടെ യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് ക്രിസ്തു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമായിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് ചിന്തിക്കാം. ഈ സന്ദേശം അവസാനം വരെ ശ്രദ്ധയോടെ കേൾക്കുക. ദൈവം നിങ്ങളുടെ ഹൃദയത്തോട് സംസാരിക്കുകയും നിങ്ങളുടെ വിശ്വാസത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുകയും ചെയ്യട്ടെ. പുനരുത്ഥാനം വിജയത്തിൻ്റെ മഹോത്സവമാണ്. രക്ഷണ പ്രവൃത്തിയുടെ അടിസ്ഥാന പ്രമാണമാണ് ഉയർത്ത ക്രിസ്തു. മത്തായി 28:2 ഇപ്രകാരം പറയുന്നു: പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി എന്ന്. മണ്ണിനെയും വിണ്ണിനെയും കോരിത്തെറിപ്പിച്ച ഒരു അപൂർവ അത്ഭുതമാണ് ഉയർത്തെഴുന്നേൽപ്പ്. മരണത്തിന്മേലുള്ള ദൈവത്തിൻ്റെ വിജയമാണ് യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് അഥവാ ഉത്ഥാനം. മാനവജാതിയെ പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും രോഗത്തിൽ നിന്നും മരണത്തിൽ നിന്നും രക്ഷിച്ച് നിത്യജീവൻ നൽകാനായി യേശു ക്രൂശിൽ മരിച്ചു, കല്ലറയിൽ അടക്കപ്പെട്ടു, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്നത് ചരിത്ര സംഭവമാണ്. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ കാതലായ അടിസ്ഥാനമാണിത്. മരണത്തെ പരാജയപ്പെടുത്തി ജയാളിയായ യേശു ഇന്നും ജീവിക്കുന്നു. ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് ആനന്ദ അനുഭൂതിയും നവജീവനും സ്വർഗീയ പ്രത്യാശയും ലോകത്തിന് പകർന്നു നൽകി. ക്രൂശിലേക്കുള്ള യേശുവിൻ്റെ യാത്രയ്ക്ക് വ്യക്തമായ ഒരു ഉദ്ദേശമുണ്ട്. എല്ലാവരെയും പിതാവിങ്കിലേക്ക് നയിക്കുക, നഷ്ടപ്പെട്ട ബന്ധം പുനഃസ്ഥാപിക്കുക, സത്യമായി തന്നെ അനുഗമിക്കുന്നവരെ സ്വർഗരാജ്യത്തിൽ എത്തിക്കുക, ദൈവിക പദ്ധതി ഭൂമിയിൽ പൂർത്തീകരിക്കുക. യേശു പറഞ്ഞു, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്ത് അവൻ്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെ എൻ്റെ ആഹാരമെന്ന് യോഹന്നാൻ 4:34 രേഖപ്പെടുത്തിയിരിക്കുന്നു. കർത്താവിൻ്റെ ഈ താല്പര്യത്തോട് നമ്മുടെ പ്രതികരണം എന്താണ്? ക്രിസ്തുവിൻ്റെ ഉയർപ്പ് ലോകത്തിന് സ്വാതന്ത്ര്യവും സമാധാനവും പങ്കുവച്ചു. ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ പ്രത്യക്ഷത ശിഷ്യന്മാർക്ക് ആത്മധൈര്യവും ശക്തിയും പകർന്നു. ശൂന്യമായ കല്ലറയും ദൂതന്മാരുടെ സാക്ഷ്യവും ശിഷ്യന്മാരുടെ ധൈര്യവും ഉയർപ്പിൻ്റെ യാഥാർത്ഥ്യത്തെ സ്ഥിരീകരിക്കുന്നു. ക്രിസ്തുവിൻ്റെ ഉയർപ്പാണ് വിശ്വാസിയുടെ ജീവിതത്തിൻ്റെ അർത്ഥവത്തമാക്കുന്നത്. ഈസ്റ്റർ നാം കൊണ്ടാടുവാൻ യേശു ക്രിസ്തു മരണത്തെ ജയിച്ചു 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റത് സർവ്വലോകത്തിൻ്റെയും രക്ഷയ്ക്കാണെന്ന ബോധ്യം നമ്മൾ ദൃഢമായി തീരണം. നമ്മുടെ 4 ചുവരുകൾക്കുള്ളിൽ ഈ യാഥാർത്ഥ്യം നാം ഒതുക്കി വച്ചിരിക്കുകയാണ്. ഈ ചരിത്ര സംഭവം തിന്മയുടെ മേൽ നന്മയുടെ വിജയമാണ്. ഇരുളിന്മേൽ വെളിച്ചം ഉദിച്ചിരിക്കുന്നു. ദുരന്തങ്ങളുടെ പ്രളയകാലങ്ങൾക്കപ്പുറം സംകൃതങ്ങളുടെ മഴവില്ലുണ്ടെന്ന് ഉയർപ്പ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഉയർത്തെഴുന്നേറ്റ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വാഗ്ദത്തമാണ് മത്തായി 28:20 നാം വായിക്കുന്നത്: ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ടെന്ന്. അറിയാത്ത നാളെയിലേക്ക് പദം ഊന്നാൾ ഉയർപ്പിൻ്റെ ഉത്സവം നമ്മെ ശക്തരാക്കുന്നു. ക്രിസ്തു സാന്നിധ്യം നമ്മൾ പ്രത്യാശ ഉളവാക്കുന്നു. ക്രിസ്തീയ വിശ്വാസങ്ങളിലെ അവകാശവാദങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് അരുമനാഥനായ ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പാണ്. മനുഷ്യ ചരിത്രത്തിൽ മറ്റാരും അങ്ങനെ അവകാശപ്പെട്ടിട്ടില്ല. ക്രിസ്തു മരണത്തെ കീഴ്പ്പെടുത്തി ഉയർത്തെഴുന്നേറ്റു എന്ന് മാത്രമല്ല, മനുഷ്യരാശിയുടെ മേൽ മരണത്തിനുള്ള അധികാരത്തെ തകർത്തു. ക്രിസ്തീയ സഭ ഈ മഹൽ സംഭവത്തെ ആഘോഷിക്കുന്നു. ഓരോ ദൈവ പൈതലിൻ്റെയും ആഘോഷമാണിത്. പൗലോസിൻ്റെ പ്രസംഗത്തിൻ്റെ കേന്ദ്രബിന്ദു യേശുവും അവൻ്റെ പുനരുത്ഥാനവുമായിരുന്നു. 1 കൊരിന്ത്യർ 15:56 ഇപ്രകാരം പറയുന്നു: ഹേ മരണമേ, നിന്റെ ജയം എവിടെയെന്ന് അവൻ പ്രാഗൽഭ്യത്തോടെ വെല്ലുവിളിച്ചു. കാൽവരി ക്രൂശിൽ യാഗബലിയായി തീർന്ന യേശുവിൻ്റെ തിരുശരീരത്തെ മരണത്തിനോ കല്ലറയ്ക്കോ കീഴടക്കാൻ കഴിഞ്ഞില്ല. ജീവനില്ലായ്മയുടെയും ജീർണതയുടെയും ഇടം വിട്ട് സജീവവും ചലനാത്മകവുമായ ജീവന്റെ അവസ്ഥയിലേക്ക് യേശു മാറ്റപ്പെട്ടു. നിശ്ചലത മാറിപ്പോയി സചേതനമായ ജീവന്റെ ഉറവിടമായി മാറിയിരിക്കുന്നു. യേശു ഇന്നും ജീവിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം ചിന്തിച്ചത് ഒരു സാധാരണ വിശ്വാസ പ്രഖ്യാപനത്തെക്കുറിച്ചല്ല, യേശുക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന മഹത്തായ സത്യത്തെക്കുറിച്ചാണ്. ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് നമ്മോട് പ്രഖ്യാപിക്കുന്നത് ഇതാണ്: മരണത്തിന് അവസാന വാക്കില്ല. പാപത്തിന് മേൽ ക്രിസ്തുവിന് ജയമുണ്ട്. വിശ്വസിക്കുന്നവർക്ക് പ്രത്യാശയുണ്ട്. അതുകൊണ്ട് സാഹചര്യങ്ങൾ എത്ര ബുദ്ധിമുട്ടുള്ളതായാലും നമ്മുടെ വിശ്വാസം തളരേണ്ടതില്ല. ക്രൂശിൽ വെച്ച് മരിച്ച ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും പുതിയ പ്രത്യാശയും പുതിയ തുടക്കവും ഉണ്ടാകാം. നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം മനുഷ്യരുടെ വാക്കുകളിലല്ല, ജീവിക്കുന്ന ക്രിസ്തുവിലാണ്.
ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഇത് പങ്കുവയ്ക്കുക. ഇത്തരത്തിലുള്ള ആത്മീയ സന്ദേശങ്ങൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാനും മറക്കരുത്. ഉയർത്തെഴുന്നേറ്റ കർത്താവേ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബത്തോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഇരിക്കുമാറാകട്ടെ. ആമേൻ.